BJP നേതാവ് സി സദാനന്ദൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. പെട്ടെന്നായിക്കോട്ടെ. തീർച്ചയായിട്ടും പാർട്ടി തന്ന അംഗീകാരം, അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിന്റെ ആവിഷ്കാരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ലഭിച്ചു. മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു. ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് അത് 2 ദിവസം മുന്നേ തന്നെ സൂചനയുണ്ട്. ഇന്ന് കാലത്ത് സംസ്ഥാന അധ്യക്ഷനാണ് നേരിട്ട് അതിന്റെ കൺഫർമേഷൻ എന്നെ അറിയിച്ചത്. 100%. കണ്ണൂരിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള അനേകം നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ, അമ്മമാര്, സഹോദരിമാര്, കൊച്ചുകുട്ടികൾ, മുതിർന്ന ആളുകൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്കൊക്കെയുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ് അത് നേരത്തെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്രമരാഷ്ട്രീയത്തിന് എതിരായി ദശാബ്ദങ്ങളായിട്ട് പടപൊരുതുകയാണ് സംഘപ്രസ്ഥാനങ്ങൾ, BJP ഒക്കെ. അപ്പോൾ ആ പടപൊരുതലിന്റെ പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അത് ഇനിയും വേണ്ടിവരും. എന്ന് വെച്ചാൽ ഇപ്പോൾ അക്രമം സാധാരണ നിലയ്ക്ക് ജനാധിപത്യ അവകാശങ്ങളൊക്കെ അനുവദിച്ച് തരുന്ന തരത്തിൽ, സംഘടനാ സ്വാതന്ത്ര്യം പ്രാപ്യമാകുന്ന തരത്തിലുള്ള അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് രൂപപ്പെടാനുള്ള കാരണം ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ ഫലം തന്നെയാണ്. അപ്പം അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമാധാനപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമാധാന ജീവിതം, വികസിത കേരളം എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താം. അത് അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക്, അവിടേക്ക് എത്താനുള്ള നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യും. കേരളത്തിന്റെ കൂടി 100%. പിന്നെ അത് പറയാനില്ലല്ലോ. കേരളത്തിന്റെ കൂടി തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണ്. ഏതെങ്കിലും നിലയിൽ അംഗീകാരം വൈകിപ്പോയെന്ന തോന്നലോ ഒരിക്കലുമില്ല. അംഗീകാരം നേരത്തെ എത്തിയോ വൈകി എത്തിയോ എന്നുള്ളത് പ്രസക്തമേ അല്ല. അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു, അതൊരു അംഗീകാരമാണ്. കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് പറ്റുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് നമുക്കൊരു ചുമതല നൽകുന്നത്. അപ്പോൾ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ തന്നെ പാർട്ടി നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്, പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത്. അത് വൈകി എന്നുള്ള യാതൊരു പ്രശ്നവുമില്ല അതില്. പൊതുവെ ഉയർന്ന വിമർശനമാണ് കേരളത്തിലെ മറ്റ് എംപിമാർ കേരളത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കാറ് എന്ന ഇടത് വിമർശനമൊക്കെ പൊതുവെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ താല്പര്യം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ അടിത്തറ. അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അതിനുവേണ്ടി മാത്രമാകരുത് ഈ തരത്തിലുള്ള പദവികൾ എന്നുള്ളതാണ് കാണുന്നത്. അത് രാഷ്ട്രീയം അടിത്തറയാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. പക്ഷെ അത് രാഷ്ട്രീയത്തിനുപരിയായി പൊതുസമൂഹത്തിന് വേണ്ടി ആയിരിക്കും. അതാണ് വ്യത്യാസം. ശരി, സന്തോഷം. ഇപ്പോൾ BJP മുൻ നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുകയാണ്. രാജ്യസഭ അംഗമായി മാറുകയാണ് സി സദാനന്ദൻ. കണ്ണൂരിൽ നിന്നുള്ള RSS BJP നേതാവാണ്. CPIM BJP രാഷ്ട്രീയ സംഘർഷത്തിന്റെ കാലഘട്ടത്തിൽ കാല് നഷ്ടപ്പെട്ട നേതാവ് ആയിരുന്നു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ BJPയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് സി സദാനന്ദൻ. സി സദാനന്ദനെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. 1996 ജനുവരി 25 അദ്ദേഹത്തിന് എതിരായ ആക്രമണം, സംഘർഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇരുകാലുകളും നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സി സദാനന്ദനെ നേരിട്ട് വിളിച്ചറിയിച്ചത്. 2 ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അറിയിച്ചു ഇക്കാര്യം എന്നുള്ളതാണ് സി സദാനന്ദൻ പറയുന്നത്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീടാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകളുടെ പേരുകൾ സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങുന്നത്. സി സദാനന്ദന് ഒപ്പം തന്നെ മറ്റു 4 പേരെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ആ നാമനിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് സി സദാനന്ദൻ എന്ന് പറയുന്നത്.
ശരത്ലാൽ നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശരത്ലാൽ, സി സദാനന്ദന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു നമ്മൾ. കേരളത്തിലെ പാർട്ടിക്കുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴാണ് ഈ അന്തിമ വിജ്ഞാപനം പുറത്തു വന്നത് എന്നുള്ളത് ശരത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് നിഖിലിലേക്ക് നമുക്ക് പോവുകയാണ്. നിഖിൽ, കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഇപ്പോൾ രാജ്യസഭയിലേക്ക്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന പദം? പിന്നിൽ ഏതായാലും RSS പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വികാരം എന്ന രീതിയിൽ തന്നെയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ എപ്പോഴും അവർ കണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിനിൽ നേരത്തെ പറഞ്ഞതുപോലെ CPIഎമ്മുമായി നേരിട്ട് പോരാട്ടം, അതായത് കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ അത്രത്തോളം രൂക്ഷമായിരുന്ന ഒരു കാലത്ത് CPIഎമ്മുമായി നേരിട്ട് പോരടിച്ച് നിന്ന നേതാവാണ്. അങ്ങനെ ആ പോരാട്ടത്തിന്റെ ഫലമായി 2 കാലുകളും നഷ്ടപ്പെടേണ്ടി വന്ന ഒരു നേതാവ് എന്ന നിലയിൽ വൈകാരികമായ ഒരു അടുപ്പം RSS BJP പ്രവർത്തകർക്കെല്ലാം തന്നെ സി സദാനന്ദനുമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സി സദാനന്ദൻ മാസ്റ്റർ എന്നത് ചുരുക്കി RSS BJP പ്രവർത്തകർക്ക് കണ്ണൂരിൽ മാഷ് എന്ന ഒറ്റ വിളിപ്പേരിലായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അവർ എപ്പോഴും അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നതും. 1994 ജനുവരി 25 രാത്രി 8:30 ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡിൽ തള്ളിയിട്ട കാലുകൾ വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സദാനന്ദ മാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കുടുംബം ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്. ഒരു ഇടത് അനുകൂല കുടുംബത്തിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ള കുടുംബത്തിലായിരുന്നു ജനനം. വിരമിച്ച അധ്യാപകരായിരുന്ന അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടതുപക്ഷത്തിന്റെ കടുത്ത അനുഭാവി തന്നെയായിരുന്നു. മൂത്ത സഹോദരൻ ഉൾപ്പെടെ CPIഎമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഒരു +2 പഠനകാലം വരെയൊക്കെ സി സദാനന്ദനും ഈ RSSുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സംഘത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് ഇടക്കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും മാറി പൂർണ്ണമായും RSSന്റെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം 1999 മുതൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അധ്യാപക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. RSSന്റെ ബൗദ്ധിക വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സജീവ അംഗമാണ്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ കൂടിയാണ് സി സദാനന്ദൻ മാസ്റ്ററെ കാണേണ്ടത്. മറ്റൊന്ന്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം തന്നെ പറയുന്നത്. പലപ്പോഴും പലയിടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 2016 കൂത്തുപറമ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയുടെ അങ്ങനെ ഒരു നീക്കത്തിനെതിരെ എതിർപ്പ് അറിയിച്ചിരുന്നു. കാരണം പ്രചാരണത്തിലൊക്കെ പോകുന്നതിലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ കൃത്യമായി CPIഎമ്മിനെതിരെ, അല്ലെങ്കിൽ CPIഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു മുഖം എന്ന രീതിയിൽ BJPക്കും RSSനും എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മുഖം, അത് സി സദാനന്ദൻ മാസ്റ്ററുടേതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയാണ് അന്ന് സി സദാനന്ദൻ മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണത്തിന് കൂത്തുപറമ്പിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ സി സദാനന്ദൻ മാസ്റ്ററെ ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിന് മറ്റ് ചില തലങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഈ BJPയിൽ നേരത്തെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ പരിഗണിക്കപ്പെടുന്നില്ല. ചില നേതാക്കളുടെ താല്പര്യം. ഇപ്പോൾ ശ്രീ ബിജു എളക്കുഴി, BJP കണ്ണൂർ ജില്ലാ നോർത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ബിജു, സി സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഇതിനെ? പാർട്ടി പ്രവർത്തകർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ ഈ ഒരു നിയോഗത്തെ കാണുന്നത്. പാർട്ടി പ്രവർത്തകർക്കുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ ഒരു സന്ദേശമാണ് ഈ ഒരു സ്ഥാന ലബ്ധി. 1994 അദ്ദേഹം RSSന്റെ ജില്ലാ സഹകാര്യവാഹായിരിക്കെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വെട്ടി 2 കാലുകളും അറുത്തുമാറ്റിയത്. നിരവധി പ്രവർത്തകരാണ് കണ്ണൂർ ജില്ലയിൽ BJP RSS പ്രവർത്തനത്തിനിടയിൽ ബലിദാനികളായിട്ടുള്ളത്. അതുപോലെ
അംഗവിച്ഛേദം വന്നിട്ടുള്ളത്. ഇവരൊക്കെ ഒരു ആദർശത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ ബലിദാനവും അതുപോലെ തന്നെ ഇവരുടെ ത്യാഗത്തിനും എല്ലാം ഫലമുണ്ടാകുമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് BJPയുടെ കേരളത്തിലെ അണികൾക്കിടയിൽ ഒരു ആവേശമുണ്ടാകും. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനവും ഉണ്ടാകും. അതോടൊപ്പം കണ്ണൂരിന്റെ വികസനത്തിന്, കേരളത്തിന്റെ വികസനത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി കൊണ്ട് സാധിക്കും. ഒരു വികസിത കേരളം എന്നുള്ള ഒരു സങ്കല്പമാണ് നാം ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിന് സഹായകമാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി. ശ്രീ ബിജു ഏളക്കുഴി, BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റാണ് നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. ശരത് ലാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, ഇപ്പോൾ ശ്രീ C സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് ഈ വിജ്ഞാപനം, നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയത്? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയത്. 9 മണിയോട് കൂടിയാണ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. അതുകൂടെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മുൻ ഫോറിൻ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗാല, അതേപോലെ മഹാരാഷ്ട്ര പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർ പ്രമോദ് നിഗം, അതേപോലെ പ്രധാനപ്പെട്ട മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് ഇതോടൊപ്പം തന്നെ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സദാനന്ദൻ മാസ്റ്ററെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന രീതിയിലാണ്, വിദ്യാഭ്യാസ രംഗത്തെ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. കാരണം രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പോൾ കലാകാരൻ അല്ലെങ്കിൽ അതാത് രംഗങ്ങളിൽ മികവ് ബാധിച്ചവരെ മാത്രമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുക. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരുണ്ട്. കേരളത്തിൽ നിലവിൽ ഇപ്പോൾ PT ഉഷയുണ്ട്. PT ഉഷയാണ് കേരളത്തിന് BJP സർക്കാർ കേന്ദ്രം വളരെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇപ്പോൾ തന്നെ 2 ഗവർണർമാർ, 2 കേന്ദ്രമന്ത്രിമാർ, അതേപോലെ തന്നെ 2 MP കൂടി രാജ്യസഭയിലേക്ക് വരികയാണ്. നേരത്തെ കുര്യനെ മധ്യപ്രദേശിൽ നിന്ന്, കേന്ദ്രമന്ത്രി കുര്യനെ മധ്യപ്രദേശിൽ നിന്ന് നോമിനേറ്റ് ചെയ്തിരുന്നു. സോ ആയിട്ട് കേരളത്തിൽ പ്രത്യേക ശ്രദ്ധ BJP പുലർത്തുന്നു. അല്ലെ 2024 തന്നെയാണ് ഈ നോമിനേഷന്റെയും പിറകിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ശരി. ശരത് ലാലും ഒപ്പം തന്നെ കണ്ണൂരിലെ നിഖിൽ അളവൂരുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. C സദാനന്ദൻ, BJP നേതാവ്, RSS നേതാവ്, അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന, കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന ഒഴിവ് വരുന്ന പദവികളിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. CPIM-ഉമായുള്ള സംഘർഷത്തിൽ 1995 അദ്ദേഹത്തിന് കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം നേരിട്ട് അറിയിച്ചത് C സദാനന്ദനെ.